ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്ന് ആശാളി ഉപയോഗിച്ചിട്ടൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ആശാളി എന്ന് പറയുമ്പോൾ ആദ്യമേ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് കർക്കിടക മാസത്തിൽ ഔഷധ കിറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ചെറിയ പാക്കറ്റാണല്ലേ. കാഴ്ചയിൽ നമ്മുടെ ഫ്ലാക്സ് സീഡിനെ പോലൊക്കെ ഇരിക്കുമെങ്കിലും ആശാൻ വളരെ ഗുണമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആശാളി വിത്ത് കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ഇൻബാലൻസ് കുറവുള്ളവർക്ക്, അതേപോലെ PCOD ഉള്ളവർക്ക്, അമിതവണ്ണമുള്ളവർക്ക്, മുലപ്പാൽ കുറവുള്ള അമ്മമാർക്ക്, ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു വിത്താണിത് കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, നമ്മൾ കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ. പക്ഷേ ഇതേപോലെയുള്ള സ്വീറ്റ് റെസിപ്പിയിൽ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്കറിയുകയില്ല. നല്ല ടേസ്റ്റുമാണ്, നല്ല ജെല്ലി പോലെ ഇരിക്കുകയും ചെയ്യും. കാഴ്ചയിൽ കാണാൻ നല്ല സുന്ദര കുട്ടപ്പന്മാരില്ല, അതുപോലെ തന്നെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ പാക്കറ്റ് ഞാനിതൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. സാധാരണ രീതിയിൽ എല്ലാ ആയുർവേദ ഷോപ്പുകളിലും ആശാളി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരു 1/4 കപ്പ് ആശാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, വെള്ളമൊക്കെ പിടിച്ച് ആശാളി നല്ല വീർത്തിരിപ്പുണ്ട് കേട്ടോ. ഒട്ടും വെള്ളമില്ല, നല്ലതായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് വലിയൊരു കടായി എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് 1.5 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഇത് അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ടിരിക്കുകയാണ്. ശർക്കര നന്നായിട്ട് മെൽറ്റായി വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിൽ കിടന്ന ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് ശർക്കരയ്ക്ക് 1 കപ്പ് നാളികേരം ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നാളികേരവും ഈ നമ്മുടെ ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആശാളി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആശാളി കണ്ടോ, അത് ഒട്ടും വെള്ളമില്ല, അതേപോലെ നല്ലതായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആശാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അത്രയ്ക്കാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് ഈ കൗമാരപ്രായത്തിലെത്തിയ പെൺകുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു ചൂട് സമയത്ത്, ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് ചൂട് ടൈമാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടും. അതുപോലെ മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി ആ ശർക്കരയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പകരം നമുക്ക് കപ്പലണ്ടി, ഇതേപോലെ വറുത്ത കപ്പലണ്ടി ഒന്ന് പൊടിച്ച് ചേർത്താലും മതിയാവും. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിരിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ശർക്കരയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. അത്രയും മതി, ഏകദേശം ഒരു 10-15 മിനിറ്റ് മതിയാവും. പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്കൊരു 6 ഏലക്കയുടെ സീഡ് നന്നായിട്ടൊന്ന് പൊടിച്ചൂടെ ചേർത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അപ്പോൾ നമുക്കിത് ഉരുളകളാക്കി ലഡുവായിട്ടും കഴിക്കാം, അതേപോലെ നമുക്ക് കപ്പിലിങ്ങനെ കോരി കഴിക്കുകയും ചെയ്യാം. നല്ല രസമാണ് കേട്ടോ. ഇത് ഒരു ജെല്ലി പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങിപ്പോവും, അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതേപോലെ കോരി കഴിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു പുഡിംഗ് ട്രേയിലൊക്കെ ഇട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു ബൗളിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലിങ്ങനെ ഈ ഒരു നമ്മുടെ ആശാളിയുടെ ഒരു സ്വീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അധിക ദിവസം ഇരിക്കുകയില്ല. ഫ്രിഡ്ജിൽ നമുക്കൊരു 3-4 ദിവസം വരെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കുറച്ചുണ്ടാക്കി ഇങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞ് ദിവസവും വെറും വയറ്റിൽ 1 ടേബിൾ സ്പൂൺ വീതം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ നല്ല ഗുണമുള്ളതാണ് ആശാളി. ഇതിനധികം വിലയില്ല. സാധാരണ ഉള്ള ഇതേപോലെയുള്ള സീഡിൻ്റെ അത്രയും വിലയൊന്നുമില്ല. ഇത് ചിയ സീഡിനും ഫ്ലാക്സ് സീഡിൻ്റെ ഒന്നും പകുതി വിലയുള്ളൂ ഇതിന് കേട്ടോ.
അപ്പോൾ ഇത് എല്ലാ അങ്ങാടി കടയിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ആശാളി എന്ന് പറഞ്ഞാൽ മതി, എല്ലാ അങ്ങാടി കടയിലും വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഹലീം സീഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ല് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.